നമ്മൾ പലപ്പോഴും ഒരു മുട്ടുവേദന എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മളോട് പലപ്പോഴും പറയുന്നു MCR ചെരുപ്പിട്ടാൽ നല്ല വ്യത്യാസം വരും എന്ന് പറയുന്നു. അപ്പം ഈ MCR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ പേരല്ല. MCR എന്ന് പറയുന്നത് ഒരു മൈക്രോ സെല്ലുലാർ റബ്ബർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ ഈ റബ്ബറിനെ ഒരു പ്രത്യേക ടെക്സ്ചറിൽ നമ്മുടെ തേനീച്ചക്കൂട് പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ചെരുപ്പാണ് ഈ MCR റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ MCR റബ്ബർ ഇട്ട് ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്ന ഷൂസിനെ അല്ലെങ്കിൽ ചെരുപ്പിനെയാണ് നമ്മൾ MCR എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ MCR പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഈ MCRന് നമ്മൾ കാൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെ തടുത്ത് നിർത്തുവാനായിട്ടുള്ള ഒരു കഴിവുണ്ട്, ഒരു സോർട്ട് ഓഫ് ഷോക്ക് അബ്സോർപ്ഷൻ. അപ്പം അത് എങ്ങനെ അത് അച്ചീവ് ചെയ്യുന്നു വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ തേനീച്ചക്കൂട് പോലത്തെ ഒരു ഘടനയിൽ അപ്പോൾ ഈ പ്രഷർ വരുന്നതനുസരിച്ച് ഇത് വിട്ട് പോകും. അപ്പം അത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ പതുക്കെ ഈ റെഗുലർ ഉപയോഗം കൊണ്ട് ഈ MCRൻ്റെ ഈ ഘടനയ്ക്ക് മാറ്റം വരും. ഈ ഹണിക്കോമ്പ് പോലത്തെ ഷേപ്പ് കുറഞ്ഞ് വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MCR ചെരുപ്പ് ഒരു 6 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ കാലിൻ്റെ ആകൃതിക്കനുസരിച്ച് ഷേപ്പ് അങ്ങ് മാറും ചെരുപ്പിൻ്റെ. അപ്പോൾ അതുവരെയാണ് അതിൻ്റെ ലൈഫ്. അപ്പം MCR എപ്പോഴും നല്ല MCR ചെരുപ്പുകളാണ് നമ്മൾ റബ്ബറിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ കാലാണ് തേയുന്നത്. അപ്പോൾ MCRൻ്റെ പ്രത്യേകത ഇതാണ്, ഏറ്റവും കൂടുതൽ ഷോക്ക് അബ്സോർപ്ഷൻ വരുന്നത് ആ ഒരു ചെരുപ്പ് നന്നായിട്ട് ഷോക്ക് അബ്സോർബ് ചെയ്യും. 2, നമുക്ക് ഉപ്പൂറ്റി വേദനയുണ്ട്, കാൽക്കിനിൽ സ്പെറൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ കയറി തറയിലേക്ക് കുത്തുന്നതിന് ഇത് തടുത്ത് ഒരു സോഫ്റ്റ് കുഷനിങ് നൽകും. അതാണ് ഈ MCR ചെരുപ്പുകളുടെ പ്രത്യേകത. അപ്പോൾ ആ റബ്ബറിൻ്റെ പേരാണ് ഈ MCR എന്ന് പറയുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള നന്നായിട്ട് ചെയ്യുന്ന MCR ചെരുപ്പുകൾ തന്നെ നമ്മൾ ഇടാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടുള്ളൂ. താങ്ക് യു.